السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون. صدق الله مولانا العظيم. التاجر الصدوق الأمين مع النبيين والصديقين والشهداء. صدق رسول الله. يا من يرى مد البعوض جناحها في ظلمة الليل البهيم الأليل ويرى عروق نياطها في نهرها والمخ في تلك العظام النحلي. اغفر لعبد تاب من فرطاته ما كان منه في الزمان الأول. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, തൊഴിലിൻ്റെ കച്ചവടത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചാണ് കഴിഞ്ഞയാഴ്ച നമ്മൾ സംസാരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ പടച്ചുവച്ചു. മനുഷ്യവർഗത്തിന് ജീവിക്കാൻ വേണ്ട വിഭവങ്ങളൊക്കെയും ഈ ഭൂമിയിൽ അല്ലാഹു ഒരുക്കി വച്ചു. പകലുകളെ അധ്വാനത്തിനും രാത്രികളെ വിശ്രമത്തിനും വേണ്ടി സംവിധാനിച്ചു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു മനുഷ്യരോട്, നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ട വിഭവങ്ങൾ ആർജിക്കാൻ, ജീവിത സൗകര്യത്തിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കൂ, അധ്വാനിക്കൂ എന്ന്. അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾ, സത്യവിശ്വാസികളായ ആളുകൾ അവരുടെ അധ്വാനങ്ങൾ, തൊഴിലുകൾ, കച്ചവടങ്ങളൊക്കെ ദൈവീക നിയമങ്ങൾക്കനുസൃതമായി ചിട്ടപ്പെടുത്തുന്നവരാണ്, ക്രമീകരിക്കുന്നവരാണ്. അങ്ങനെ തൊഴിലും കച്ചവടങ്ങളും ഇടപാടുകളും അല്ലാഹുവിൻ്റെ നിയമത്തിനനുസരിച്ച് ക്രമപ്പെടുത്തുന്ന ആളുകൾ അവർ ചെയ്യുന്ന സകലമാന അധ്വാനങ്ങളും അവർ ചെയ്യുന്ന ജോലികളും ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന പുണ്യമേറിയ ആരാധനകളായി, ഇബാദത്തുകളായി മാറും. അല്ലാഹു അങ്ങനെ മാറ്റാൻ നമ്മയൊക്കെ സഹായിക്കുമാറാകട്ടെ. കച്ചവടത്തിൻ്റെയും തൊഴിലുകളുടെയും കാര്യത്തിൽ മനുഷ്യന്മാരിൽ നമ്മളൊരു പഠനം നടത്തിയാൽ, നമ്മളൊക്കെ തൊഴിലുള്ളവരാണ്, ഇടപാട് ഒന്നല്ലെങ്കിൽ വേറൊരു നിലയ്ക്ക് ഇടപാടുള്ളവരാണ്. ഈ ജോലിയുടെയും തൊഴിലിൻ്റെ അധ്വാനത്തിൻ്റെ കാര്യത്തിൽ മനുഷ്യരിൽ ഒരു റിസർച്ച് നടത്തിയാൽ, ഒരു ഗവേഷണം നടത്തിയാൽ, മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റഹിമഹുല്ല പറയുന്നു, അന്നാസു സലാസത്തുൻ, മൊത്തം 3 ഗ്രൂപ്പുണ്ട്. ഇസ്ലാമിക കാഴ്ചപ്പാടിൽ തൊഴിലുമായി ബന്ധപ്പെട്ടൊരു പരിശോധന നടത്തിയാൽ ജനങ്ങൾ 3 ഗ്രൂപ്പാണ്. റജുലുൻ ശഗലഹു മആദുഹു അൻ മആശിഹി, ഒരു ഗ്രൂപ്പ്. ശഗലഹു
മആദുഹു അൻ മആശിഹി, ആത്മീയ കാര്യങ്ങളിൽ അവരുടെ ചിന്ത കേന്ദ്രീകരിച്ചു. ദീനിയായ കാര്യങ്ങളിലാണ് അവരുടെ ശ്രദ്ധ മുഴുവൻ. അവർ സമയം മുഴുവൻ വിനിയോഗിക്കുന്നത് പാരത്രിക ആത്മീയ ദീനീ കാര്യങ്ങളിലാണ്. ഇക്കാരണത്താൽ അൻ മആശിഹി, ജീവിതത്തിലെ അധ്വാനങ്ങൾ, കച്ചവടം, ജോലി എന്നിത്യാദി കാര്യങ്ങളൊക്കെ അയാൾ അവഗണിക്കുന്നു. എന്ന് വെച്ചാൽ ദീനാണ് മുഖ്യ വിഷയം. ഈ ദീനിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സമയം മുഴുവൻ ദീനീ കാര്യങ്ങളിൽ വിനിയോഗിക്കുന്നതിനാൽ ഇടപാടും കച്ചവടമൊക്കെ പെൻഡിങ് ആണ്, അതിലത്ര ശ്രദ്ധയില്ല. ഇങ്ങനൊരു ഗ്രൂപ്പ് ഇങ്ങനെ ഉണ്ടല്ലോ. തൊഴിൽ പ്രത്യേകിച്ചൊന്നുമില്ല, ദിക്ർ, സ്വലാത്ത്, ഖുർആൻ പാരായണം, സാമൂഹ്യ സേവനം, പള്ളിയിലെ ഭജനമിരിപ്പ്, ഇങ്ങനെയൊക്കെ, വേറെ തൊഴിലൊന്നുമില്ല. ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പ്. ഫഹുവ മിനൽ ഫായിസീൻ, ഈ ഗ്രൂപ്പ് സ്വാലിഹീങ്ങളിൽ പെട്ടവരാണ് എങ്കിലും, പാസ് മാർക്ക് കിട്ടുന്നവരാണ് എങ്കിലും, വിജയം കിട്ടുന്നവരാണ് എങ്കിലും റാങ്ക് ലഭിക്കാത്ത ആളുകളാണിവര്. റാങ്കില്ല, ദീനീ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയ കാരണം കച്ചവടം മറന്നു, ജോലി മറന്നു. ഇങ്ങനെയുള്ള ഗ്രൂപ്പ് വിജയിക്കും, പാസ് മാർക്ക് ഉണ്ടാവും, പക്ഷെ റാങ്ക് അവർക്ക് ഉണ്ടാവില്ല അള്ളാഹുവിന്റെ മുമ്പില്. ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പിനെ കാണാം. ഇത് വളരെ ന്യൂനപക്ഷാട്ടോ, കൂടുതൽ ആളുകളൊന്നും ഇങ്ങനെ ഉണ്ടാവില്ല. അങ്ങനെ ചെറിയൊരു വിഭാഗം ഉണ്ടാവും. രണ്ടാമത്തെ വിഭാഗം റജുലുൻ ശഗലഹു മആശുഹു അൻ മആദിഹി, വേറെ ഒരു വിഭാഗം ശഗലഹു മആശുഹു, അവരെ കച്ചവടം, ജോലി, തൊഴില്, തിരക്ക് എന്നിവ എൻഗേജ്ഡ് ആക്കി. എപ്പോ നോക്കിയാലും കച്ചവടം, എപ്പോ നോക്കിയാലും ജോലി. അൻ മആദിഹി, ആത്മീയ കാര്യങ്ങളിൽ അവർക്ക് ശ്രദ്ധയേ ഇല്ല. ഒന്നാമത് പറഞ്ഞ ടീമിന്റെ നേരെ ഓപ്പോസിറ്റ്, നേരെ എതിര്. ആദ്യം പറഞ്ഞ വിഭാഗത്തിന്റെ നേരെ എതിര്. അവര് എപ്പോഴും കച്ചവടം എന്നുള്ള ചിന്തയാണ്, ജോലി എന്നുള്ള ചിന്തയാണ്. നിസ്കാരം അതിൻ്റെ ഇടയിൽ കളാവും. അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ അതൊട്ടുമില്ല. പണം പെരുപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ടാർഗറ്റും കൊണ്ട് ഇറങ്ങിയിട്ട് അവരെ എൻഗേജ്ഡ് ആക്കിയത് ജോലിയും കച്ചവടവും മാത്രം. പാരത്രിക ചിന്തയോ ദീനോ അവർക്കില്ല. ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പ് സമൂഹത്തിൽ പരിശോധന നടത്തിയാൽ ഭൂരിപക്ഷം ഈ ടീമിനുണ്ടാകുക. അവരെ കച്ചവടവും ഇടപാടും തൊഴിലൊക്കെ അതിലവർ ശ്രദ്ധ കേന്ദ്രീകരിച്ച് എൻഗേജ്ഡ് ആയതിനാൽ ദീനീ കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങളൊക്കെ പെൻഡിങ് ആയി പോയ ടീം. അള്ളാഹു കാക്കട്ടെ. ഫഹുവ മിനൽ ഗാഫിലീൻ, ഇവർ ബോധം നഷ്ടപ്പെട്ട പരാജിതരായ ആളുകളിൽ പെട്ടവരാണ്. തോറ്റ് തുന്നം പാടുന്ന ടീമാണ്. എന്താ കാരണം? അവർക്ക് അള്ളയില്ല, റസൂലും ഇല്ല, ദീനും ഇല്ല. ഈ പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒരു ചിന്ത മാത്രം. അതിൽ നമ്മൾ വിട്ടുപോകാൻ പാടില്ല. ഇനി മൂന്നാമതൊരു വിഭാഗമുണ്ട്. അതാണ് റാങ്ക് ജേതാക്കൾ. അള്ളാഹുവിന്റെ മുന്നിൽ ഉന്നത വിജയം കൈവരിക്കുന്ന മൂന്നാമതൊരു ഗ്രൂപ്പുണ്ട്. അവിടെ നമ്മളൊക്കെ പെടേണ്ടത് അതാരാ? റജുലുൻ ശഗലഹു മആശുഹു ലിമആദിഹി. ഒരു വിഭാഗം ആളുകൾ അവരെ ജോലി എൻഗേജ്ഡ് ആക്കുന്നു, തൊഴിലവരെ എൻഗേജ്ഡ് ആക്കുന്നു, കച്ചവടം അവരെ തിരക്കിലാക്കുന്നു. അവർ അതിലൊക്കെയും വ്യാപൃതരാണ്. പക്ഷേ അങ്ങനെ വ്യാപൃതരാകുമ്പോഴും ലിമാദിഹി, അവരതൊക്കെ ചെയ്യുന്നത് പരലോകത്തിന് വേണ്ടിയാണ്. അവർ കട തുറക്കും, അവർ കച്ചവടത്തിന് പോകും, അവർ യാത്ര ചെയ്യും, അവർ തൊഴിൽ ചെയ്യും. അതിലവർ എൻഗേജ്ഡ് ആണ്, അതിലവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്, അവരതിൽ അധ്വാനിക്കുന്നുണ്ട്. എന്തിനതൊക്കെ ചെയ്യുന്നത്? ലിമആദിഹി, അവരെ പരലോകം നന്നായി കിട്ടാനാണ് ഈ പണി, കച്ചവടം തൊഴിലും ചെയ്യുന്നത്. ഫഹുവ മിനൽ മുഖ്തസ്വിദീൻ, ഇവരാണ് യഥാർത്ഥത്തിൽ മര്യാദക്കാര്, ഇവരാണ് റാങ്കോടെ വിജയിക്കുന്നവര്, ഇവരാണ് പരലോകത്ത് അത്യുന്നത സോപാനങ്ങളിൽ എത്തിപ്പെടുന്നവർ. മൂന്നാമത്തെ ടീം അവരെന്താ ചെയ്യുന്നറിയോ? അവരെ തൊഴിൽ ഇബാദത്താക്കി, അവരെ കച്ചവടം ഇബാദത്താക്കി, അവരുടെ അധ്വാനങ്ങളൊക്കെ ഇബാദത്താക്കി. എങ്ങനെ ഇത് ഇബാദത്താക്കുക? എങ്ങനെ കച്ചവടം തൊഴിലും ഇബാദത്താക്കുക?
നല്ല നീയത്ത് കൊണ്ട്, ജോലിയിലും കച്ചവടത്തിലുമുള്ള സത്യസന്ധത കൊണ്ട് അതൊക്കെയും ഇബാദത്താക്കി മാറ്റാൻ സാധിക്കും. അപ്പൊ നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? എന്താ കച്ചവടത്തിന്റെ നല്ല നീയത്ത്, എന്താ തൊഴിലിന്റെ നല്ല നീയത്ത്, എന്താണ് അധ്വാനത്തിലുള്ള സത്യസന്ധത, നമ്മളത് പഠിച്ചാൽ മതി. പഠിച്ചിട്ട് ആ റൂട്ടിന് അങ്ങോട്ട് പോയാൽ മതി. പോയാൽ നമുക്ക് റാങ്കോടെ പാസ്സാകാൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, പാരത്രിക മോക്ഷത്തിന് വേണ്ടി തന്നെ, പരലോക നേട്ടത്തിന് വേണ്ടി തന്നെ തൊഴിലിനിറങ്ങാനും കച്ചവടം ചെയ്യാനും അല്ലാഹും റസൂലും പറഞ്ഞതായിട്ട് ഖുർആനിലും ഹദീസിലും എമ്പാടും കാണാം. എന്താ പറഞ്ഞത്? പരലോക രക്ഷയ്ക്ക് വേണ്ടി തന്നെ, ആത്മീയ ദീനി പുരോഗതിക്ക് വേണ്ടി തന്നെ തൊഴിലിനിറങ്ങാനും കച്ചവടം ചെയ്യാനും അള്ളാഹുവും റസൂലും പറഞ്ഞത് ഖുർആനിലും ഹദീസിലും എമ്പാടും കാണാം. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഒരു ദിവസത്തിലെ 7 ദിവസത്തിലെ ഏറ്റവും മഹാത്മ്യമുള്ള ദിവസത്തിന്റെ നേതാവായ വെള്ളിയാഴ്ച ദിവസമാണ് നമ്മളുള്ളത്. ഈ ദിവസം ഒത്തിരി പുണ്യകർമ്മങ്ങൾ നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ കൂട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെള്ളിയാഴ്ചയിലെ ഒരു ആരാധനയാണ് എന്ത്? ജുമുഅ. നമ്മൾ അതിനാ വന്നിട്ടുള്ളത്. ഈ ജുമുഅയെ കുറിച്ച് അള്ളാഹു പറഞ്ഞു കൊടുത്തു പോലും വെറും ദീനും ഇബാദത്തും മാത്രമല്ല, കച്ചവടം കൂടി ആഡ് ചെയ്തിട്ടാ പറഞ്ഞത്. തൊഴിലും കൂടി ചേർത്തിട്ടാ വെള്ളിയാഴ്ച പറഞ്ഞു തന്നത്. വെള്ളിയാഴ്ച നമുക്ക് 2 കാര്യം ചെയ്യാണ്ട്, ഒന്ന് ജുമുഅ, മറ്റൊന്ന് കച്ചവടം. ഇത് രണ്ടും അള്ളാഹ് പറഞ്ഞു തന്നിരിക്കുക. ഒരൊറ്റ സൂറത്തിൽ ഒരായത്തിന് തൊട്ടു പിറകെയായിട്ട് രണ്ടും ചേർത്തി പറഞ്ഞിരിക്കുകയാണ്. കൽപ്പന തന്നെ. എന്താണ് വെള്ളിയാഴ്ചത്തെ ജുമുഅയെ കുറിച്ച് പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, ഇദാ നൂദിയ ലിസ്വലാത്തി മിൻ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച വാങ്ക് വിളിക്കപ്പെട്ടാൽ, നിസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെട്ടാൽ, ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, നിങ്ങൾ വളരെ പെട്ടെന്ന് അള്ളാഹുവിന്റെ ദിക്റായ ഖുതുബയിലേക്കും നിസ്കാരത്തിലേക്കും ദ്രുതഗമനം ചെയ്യണം, ഉളരി വരണം, വളരെ പെട്ടെന്ന് വന്നണയണം. വദറുൽ ബൈഅ്, കച്ചവടവും ഇടപാടുകളും നിർത്തിവെക്കണം. ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾക്ക് ബോധമുണ്ടെങ്കിൽ അതാണ് നിങ്ങൾക്ക് നല്ലത്. വെള്ളിയാഴ്ച വാങ്ക് കേട്ടാല് കച്ചവടം തൊഴിലും നിർത്തിവെച്ചിട്ട് അള്ളാഹുവിന്റെ ദിക്റായ ഖുതുബയും നിസ്കാരവും അതിലേക്ക് നിങ്ങൾ പെട്ടെന്ന് വരണം. ബോധം വെളിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതാണ് നല്ലത്. ബോധം വെളിവില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന അള്ളാഹു. രണ്ടാമത്തെ വാങ്കിന് ശേഷം, ഒരു വാങ്ക് ഇപ്പോൾ വിളിച്ചു കഴിഞ്ഞല്ലോ ഇന്ന്, ഇനി രണ്ടാമത്തെ ഒരു വാങ്ക് ഉടനെ തന്നെ വിളിക്കും. ആ വാങ്കിന് ശേഷം കച്ചവടം ഹറാമാണ് എന്ന വിഷയത്തിൽ മുസ്ലിം ലോകത്ത് തർക്കമില്ല. കർമ്മകാര്യങ്ങളിലൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇമാമിങ്ങൾക്കിടയിൽ കാണാം. കെട്ടിയോളെ തൊട്ടാൽ ഒതു മുറിയോ ഇല്ലേ? മുറിയും എന്ന് പറഞ്ഞ ഇമാമിങ്ങളുണ്ട്, ഇല്ല എന്ന് പറഞ്ഞ ഇമാമിങ്ങളുണ്ട്. ഇങ്ങനെ കർമ്മകാര്യങ്ങളിലൊക്കെ വ്യത്യസ്ത വീക്ഷണങ്ങൾ പണ്ഡിതന്മാർക്കിടയിൽ, ഇമാമുകൾക്കിടയിലുണ്ട്. എന്നാൽ ഒരു ഇമാമിനും തർക്കമില്ല, വെള്ളിയാഴ്ചത്തെ രണ്ടാമത്തെ വാങ്ക് കഴിഞ്ഞാൽ പിന്നെ കച്ചവടം ചെയ്യൽ നിഷിദ്ധമാണ്, ശിക്ഷാർഹമാണ്, ഹറാമാണ്, അതൊരു അപരാധമാണെന്ന വിഷയത്തിൽ തർക്കമില്ല. കച്ചവടക്കാരായ സഹോദരന്മാരോട് ഞാൻ പറയുന്നു, പലരും ജുമുഅക്ക് വരും, ഇമാമ് രണ്ടാമത്തെ ഖുതുബന്റെ ദുആന്റെ നേരാവുമ്പോഴത്തേന് കൊട്ടിപ്പടഞ്ഞിട്ട് വന്നിട്ടൊരു ഒളു എടുത്തിട്ട് ഒറ്റ കയറ്റ, അല്ലെങ്കിൽ ജുമുഅ നിസ്കാരത്തിന് തക്ബീർ കിട്ടുമ്പോഴത്തേന് ആളെത്തും. അതുവരെ അവിടെ കസ്റ്റമേഴ്സിന്റെ തിരക്കാണ്, പച്ച ഹറാമാണ്. ഇനി അപ്പോൾ ഒത്തിരി കസ്റ്റമേഴ്സ് വന്നാലും ചില്ലറ കച്ചവടം നടന്നാലും നിങ്ങളത് നടത്തിയാലും ആ കച്ചവടത്തിൽ ബർക്കത്ത് ഉണ്ടാവില്ല. അത് വലിപ്പിൽ അത് നിങ്ങൾ മേശയിൽ ആ പൈസ ഇട്ടാൽ ഒരു അഭിവൃദ്ധിയും വിജയവും ഗുണവും അതുകൊണ്ട് കിട്ടൂല. കാരണം പച്ച ഹറാമാണ് ആ കച്ചവടം. അതിനാരും മുതിരണ്ട. എന്തിനാ ബർക്കത്തില്ലാത്ത ഒത്തിരി കാശ്, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത പണം എന്തിനാ? ഒന്നും കിട്ടാനും പോണില്ല. ഒരു അരമണിക്കൂർ എന്തും അലമറിക്കാനാ, ഒന്നും കിട്ടാൻ പോണില്ല. പക്ഷെ അപ്പൊ ഇബ്ലീസ് വരും,
ഇബിലീസ് പല കോലത്തിലും വരും. കുറച്ച് കൂടുതൽ തള്ളിക്കയറ്റം, വാങ്കാണ് വിളിച്ച നേരത്തെ ഷട്ടർ താഴ്ത്താൻ നിൽക്കുമ്പോഴാണ് ഒരു തള്ളിക്കയറ്റം. അത് സൂക്ഷിക്കണം. എന്ത് പറഞ്ഞ അല്ലാ, വെള്ളിയാഴ്ച നിങ്ങൾ വാങ്ക കേട്ടാൽ എല്ലാ ഇടപാടും നിർത്തി പള്ളിയിൽ വരണം എന്ന് പറഞ്ഞ അല്ലാ, അതാണ് നിങ്ങൾക്ക് ഗുണം എന്ന് പറഞ്ഞു തന്ന അല്ലാ. അടുത്ത ആയത്തിൽ എന്താ പറയുന്നത്? കച്ചവട പറയണേ. ഫഇദാ ഖുദിയത്തിസ്സലാഹ്, അള്ളാഹുവിന്റെ ആജ്ഞ മാനിച്ചുകൊണ്ട് ഉത്തരവനുസരിച്ചുകൊണ്ട് കച്ചവടവും ഇടപാടും നിർത്തിവെച്ച് പള്ളിയിൽ വന്ന നിങ്ങൾ നിസ്കാരം കഴിഞ്ഞാൽ ഫന്തശിറൂ ഫിൽ അർള്, പിന്നെ നിങ്ങൾ അവിടെ പള്ളിയിൽ ചടഞ്ഞിരിക്കേണ്ടതില്ല. നിസ്കാരം കഴിഞ്ഞാൽ ഫന്തശിറൂ ഫിൽ അർള്, ഭൂമിയിൽ നിങ്ങൾ വ്യാപിക്കുക. നിങ്ങൾ കച്ചവട സ്ഥാപനങ്ങളിൽ, കടയിൽ, കമ്പോളങ്ങളിൽ, തൊഴിലിടങ്ങളിലൊക്കെ നിങ്ങൾ വ്യാപിക്കുക, നിങ്ങൾ പരക്കുക. അവിടെയൊക്കെ ചെന്നിട്ട് നിറയണം. നിങ്ങൾ അവിടെയൊക്കെ ചെന്നിട്ട് നിങ്ങൾ ആക്റ്റീവ് ആകണം. വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, അള്ളാഹുവിന്റെ അനുഗ്രഹമായ പണം നിങ്ങൾ തേടണം. അള്ളാഹുവിന്റെ ഔദാര്യമായ സമ്പത്ത് നിങ്ങൾ തേടണം. അതിനുവേണ്ടി നിങ്ങൾ പണിയെടുക്കണം. വദ്കുറുല്ലാഹ കസീറ, പള്ളി കഴിഞ്ഞു, നിസ്കാരം കഴിഞ്ഞു, ഇനി ഇവിടെ വെറും കച്ചവടാന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ആ തൊഴിലിടങ്ങളിലും കച്ചവട സ്ഥാപനങ്ങളിലും ധാരാളം നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുക. അങ്ങനെ നിങ്ങൾ തൊഴിൽ ചെയ്യുക, ആ ദിക്റോടുകൂടെ കച്ചവടം ചെയ്യുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, എങ്കിൽ നിങ്ങൾ വിജയിക്കും. എങ്കിൽ നിങ്ങൾ വിജയിക്കും. അപ്പൊ പള്ളിയിൽ വരാൻ പറഞ്ഞ അല്ലാഹ്, നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ അവിടെ ചടഞ്ഞിരിക്കരുത്, ഇറങ്ങിക്കൊള്ളണം. ഫന്തശിറൂ ഫിൽ അർള്, കമ്പോളങ്ങളിലും കടകളിലും പട്ടണങ്ങളിലും ജോലി സ്ഥലങ്ങളിലും നിങ്ങൾ വ്യാപൃതരാകണം. അവിടെയൊക്കെ നിറയണം, വ്യാപിക്കണം നിങ്ങൾ. എന്നിട്ട് അള്ളാഹുവിന്റെ അനുഗ്രഹമായ പണം നിങ്ങൾ സമ്പാദിക്കണം. അവിടെ നിങ്ങൾക്ക് ദിക്ർ വേണം, എങ്കിൽ നിങ്ങൾ വിജയിക്കും എന്നല്ലാഹു ഈ ആയത്ത് വിശദീകരിച്ച് മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാ സലഫുസ്സാലിഹുകളുടെ, സ്വഹാബാക്കളുടെ, താബിഉകളുടെ ഒരു ഉദ്ധരണി പറയുന്നുണ്ട്. എന്താ ഉദ്ധരണി? മൻ ബാഅ വസ്തറാ ഫീ യൗമിൽ ജുമുഅ ബഅദ സ്വലാ, ഒരാള് വെള്ളിയാഴ്ച നിസ്കാരം കഴിഞ്ഞിട്ട് വിറ്റു അല്ലെങ്കിൽ വാങ്ങി. വെള്ളിയാഴ്ച ദിവസം നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ഒരാളൊരു കച്ചവടം ചെയ്തു, ഒന്നുകിൽ വിറ്റു അല്ലെങ്കിൽ മേടിച്ചു. എന്നാൽ ബാറക്കല്ലാഹു ലഹു 70 മറ, ആ ഇടപാടിൽ അല്ലാഹു 70 വട്ടം അനുഗ്രഹിക്കുന്നതാണ്, 70 ബറക്കത്തുകൾ കൊടുക്കുന്നതാണ്. ഈ വഴുതും കേട്ടിട്ട് അടുത്ത ആഴ്ച ജുമുഅ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇന്ന് ഒരു കച്ചവടം പറഞ്ഞു വെച്ചിട്ടുണ്ട്. എപ്പോ നാളെക്കാ പറഞ്ഞേച്ച്. ഇപ്പൊ ആളെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് തന്നെ ആയിക്കോട്ടെ, 5 മണിക്ക് കാണാറുണ്ട്. ചെന്ന് നോക്കുമ്പോ ആ കച്ചവടം മിസ്സായി. ശിഹാബുദ്ദീൻ ഫൈസി ലോകം കണ്ടെത്തര പറഞ്ഞു. എന്താ കാരണം? 70 വട്ടം ബറക്കത്തുണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ആ കച്ചവടം പൊട്ടി. പൊന്നാര ചങ്ങാതി, അത് ഹലാക്ക് വരാനുള്ളൊരു കച്ചവടം, അതുകൊണ്ട് അള്ള പൊട്ടിച്ചതാ. അതെങ്ങാനും ഇടപാട് നടന്നാ നീ കുത്തുവാളെടുക്കും, നിനക്കതറിയില്ലല്ലോ. അള്ളാന്റെ ബറക്കത്ത് എന്ന് പറഞ്ഞ സാധനം എങ്ങനെ നമ്മൾ വിചാരിക്കും പോലെയല്ല. നമ്മൾ വല്ല ലോക്കിലും പോയി പെടുകയെന്ന് കണ്ടാൽ അള്ള അത് ക്യാൻസൽ ചെയ്യും. അതാണ് അവിടുത്തെ ബറക്കത്ത്. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ഒരു കട ഉദ്ഘാടനം ചെയ്യുകയാണെങ്കിൽ നല്ലത് വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞിട്ടാ. മുസ്ലിയാരെ സൗകര്യം നോക്കിയിട്ടുള്ള മസാല ഒപ്പിക്കലാണോ? അല്ല. തഫ്സീറിൽ കൃത്യമായിട്ട് കാണാതെ വെള്ളിയാഴ്ച നിസ്കാരാനന്തരം ഒരാളൊരു ഇടപാട് ചെയ്താൽ 70 തവണ ബറക്കത്തുണ്ടാകും. ഇബ്നു കസീർ റഹിമഹുല്ലാ രേഖപ്പെടുത്തുന്നു. എന്തുകൊണ്ട്? അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, വെള്ളിയാഴ്ച വാങ്കേട്ട എല്ലാവരും ജുമുഅക്ക് വരിക, ജുമുഅ കഴിഞ്ഞാൽ പിന്നെ കച്ചവടത്തിന് പോകുക എന്ന് അള്ളാഹു പറഞ്ഞത് കൊണ്ട് പ്രത്യേക ബറക്കത്തുണ്ട് എന്ന് സലഫുസ്സാലിഹുകൾ പറഞ്ഞ വാക്ക് കാണാം. കച്ചവടത്തെ, തൊഴിലിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആയത്ത് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ സമയക്കുറവ് കൊണ്ട് ഇപ്പൊ തൽക്കാലം ഒന്നിലൊതുക്കുക. കച്ചവടത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നബിവചനങ്ങളോ ഹദീസ് കിതാബുകളിൽ ഇഷ്ടം പോലെ കാണാം. ചില ഹദീസുകൾ നമുക്കൊരു പ്രചോദനം. നിങ്ങൾക്കൊക്കെ തൊഴിലുണ്ടല്ലോ, കച്ചവടം ഉണ്ടല്ലോ, എന്താണ് ഞങ്ങൾ ഈ ചെയ്യുന്നത്, എന്താണ് ഇതിനെക്കുറിച്ച് മുത്ത് റസൂൽ പറഞ്ഞത് എന്നൊന്നറിയാൻ വേണ്ടി സാമ്പിൾ ഏതാനും ചില ഹദീസുകൾ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത്താജിറു സ്വദൂഖുൽ അമീൻ, അത്താജിറു ബിസിനസ്മാൻ, കച്ചവടക്കാരൻ. ഏത് കച്ചവടക്കാരൻ? അസ്വദൂഖു, പരമസത്യസന്ധനായ.
സ്വാദിഖ് എന്നല്ല പറഞ്ഞ സ്വദൂഖ്, പരമസത്യസന്ധനായ കച്ചവടക്കാരൻ. അൽ അമീൻ, വിശ്വസ്തനായ കച്ചവടക്കാരൻ. പറയാൻ എളുപ്പമാണ്, വഴല് പറയാൻ എളുപ്പമാണ്, കേൾക്കാൻ എളുപ്പമാണ്. പരമസത്യസന്ധതയും വിശ്വസ്തതയും കച്ചവടത്തിൽ പുലർത്തുക എന്നുള്ളത് കുറച്ച് റിസ്ക് ഉണ്ട്. പക്ഷെ ആ റിസ്ക് നിങ്ങൾ ഏറ്റെടുത്തിട്ട്, നിങ്ങളൊരു ചലഞ്ചായി ഏറ്റെടുത്തിട്ട് സത്യസന്ധതയും നേരും നെറിയും നിങ്ങൾ കാത്തു സൂക്ഷിച്ചാൽ അള്ളാന്റെ റസൂല് പറയുന്നു, മഅൻ നബിയീന വസ്സിദ്ദീഖീന വശുഹദാ, അങ്ങനത്തെ കച്ചവടക്കാർ നാളെ പരലോകത്ത് നബിമാരുടെ ചാരേ, സിദ്ദീഖുകളുടെ അടുത്ത്, രക്തസാക്ഷികളുടെ കൂടെ ആയിരിക്കും അല്ലാഹു അവർക്ക് ഇരിപ്പിടം ഒരുക്കിയിരിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹ് നബിമാരുടെ, സിദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ കൂടെ സീറ്റ് അല്ലാഹു ഒരുക്കി കൊടുക്കും. ആർക്ക്? അത്താജിറു സ്വദൂഖുൽ അമീൻ, സത്യസന്ധരായ വിശ്വസ്തരായ കച്ചവടക്കാർക്ക്. അപ്പൊ നമുക്ക് ആ ഇടപാടിലൂടെ തന്നെ നമുക്ക് രക്ഷപ്പെടാനുള്ള വഴിയാണ് ഇപ്പൊ ഈ പറയുന്നത്. മറ്റൊരു ഹദീസിൽ മൻ ത്വലബദ് ദുനിയാ ഹലാലാ, ഒരാൾ ദുനിയാവ് തേടി പണം സമ്പാദിക്കാൻ റെഡിയായി ഒരുങ്ങി ഇറങ്ങി, അങ്ങനെ ദുനിയാവ് സമ്പാദിച്ചു. ഹലാലൻ അനുവദിക്കപ്പെട്ട രൂപത്തിൽ, ഹലാലായ മാർഗത്തിൽ ഒരാൾ ദുനിയാവ് സമ്പാദിച്ചു. യാചനയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ദുനിയാവ് സമ്പാദിച്ചു. തന്റെ മക്കളെ, ആശ്രിതരായ കുടുംബത്തെ പോറ്റാൻ വേണ്ടി ദുനിയാവ് സമ്പാദിച്ചാൽ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസത്തില് വജ്ഹുഹു കൽ ഖമരി ലൈലത്തൽ ബദ്രി, നബി തങ്ങൾ പറയുന്നു, 14-ാം രാവിന്റെ പൗർണമിയുടെ ശോഭയോടെ ഈ മനുഷ്യന്റെ മുഖം മിന്നിത്തിളങ്ങും. ആരുടെ മുഖം? ഹലാല് മാത്രം തേടി, യാചനയിൽ നിന്നൊഴിവാകാൻ, മറ്റുള്ളവർക്ക് ഞാനൊരു ബാധ്യതയാകാൻ പാടില്ല എന്നുള്ള നിയ്യത്തോടെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട മനുഷ്യൻ അള്ളാനെ കണ്ടുമുട്ടുമ്പോ സമ്പൂർണ്ണ ചന്ദ്രന്റെ ബ്രൈറ്റ്നെസ്സുമായിട്ടാണ് ആ മനുഷ്യൻ അള്ളാഹുവിന്റെ മുന്നിലെത്താൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ എന്താ വിചാരിച്ച ഈ കച്ചവടം മോശാണോ? അതിനെന്താ, അതൊരു ദുന്യാവിന്റെ ഏർപ്പാടാണോന്നോ? അബദ്ധാണത്. ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാലിസൻ മഅ സുഹാബിഹി ദാത യൗം, ഒരു ദിവസം നബി തങ്ങള് തന്റെ പ്രിയപ്പെട്ട സ്വഹാബാക്കൾക്കിടയിൽ ഇരിക്കുകയാണ്. പള്ളിയില്, മദീനത്തെ പള്ളിയില്, മസ്ജിദുൻ നബവിയിൽ ഇരിക്കുകയാണ്. ഫനളറു ഇലാ ശാബിൻ ദീ ഖുവ്വത്തിൻ, സ്വഹാബാക്കൾ ഒരു കാഴ്ച കണ്ടു. ആ സഭയിൽ റസൂലുള്ള ഉണ്ട്. റസൂലിനെ വട്ടം വിട്ടിട്ട് സ്വഹാബാക്കൾ ഇരിക്കുകയാണ്. അവര് വിൻഡോയിലൂടെ, വാതിൽ കട്ടിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോ ഫനളറു, അവർ കണ്ടു, അവർ നോക്കി, ഇലാ ശാബിൻ ദീ ഖുവ്വത്തിൻ, ആരോഗ്യ ദൃഢഗാത്തനായ ഒരു ചെറുപ്പക്കാരൻ, മുസ്ലിമായ ഒരു യുവാവ്. വഖദ് ബക്കറ യസ്ആ, രാവിലെ തന്നെ ആ മനുഷ്യൻ ജോലിക്ക് പോവാണ്, അങ്ങാടിക്ക് പോവാണ്, ചന്തയിലേക്ക് പോവാണ് രാവിലെ തന്നെ. നബിയുടെ ചാരത്തിരിക്കുന്ന സ്വഹാബാക്കൾ ആ പരിശുദ്ധമായ ഉന്നതമായ സഹവാസം പറ്റിക്കൊണ്ട്, റസൂലിന്റെ തിരുനാവിൽ നിന്ന് ദീനിന്റെ മണിമുത്തുകൾ ശ്രവിച്ചുകൊണ്ട്, പള്ളിയിൽ ഇഴ്തികാഫിന്റെ നിയ്യത്തും വെച്ച് ആരാധനാ നിമഗ്നരായി പള്ളിയിൽ കഴിയുന്ന ഈ സ്വഹാബത്ത് രാവിലെ തന്നെ ചന്തയിലേക്ക് ഓടുന്ന ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ അവരൊരു കമന്റ് അടിച്ചു. എന്താ അവരടിച്ച കമന്റ്? ഇവരിപ്പോ വലിയ ഇബാദത്തിൽ റസൂലിന്റെ കൂടെ ആ തിരു ശരീരത്തോട് ചേർന്ന് നല്ലത് ചിന്തിച്ച് നല്ലതും പറഞ്ഞ് പള്ളിയിലിരിക്കുമ്പോ ഇച്ചങ്ങാതി രാവിലെ തന്നെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി അങ്ങാടി ഓടുന്ന ഓട്ടം കണ്ടപ്പോ അവിടെ ഇരിക്കുന്ന സ്വഹാബത്ത് അടിച്ച വാക്കെന്താണ്? ഫഖാലു വൈഹ ഹാദാ ലൗ കാന ശബാബുഹു ഫീ സബീലില്ലാ. അവർ അഭിപ്രായം പറഞ്ഞത് വൈഹ ഹാദാ, ആ യുവാവിന് നഷ്ടം, നാശം.
ലൗകാന ശബാബുഹു ഫീ സബീലില്ലാ, ആ യുവത്വവും എനർജിയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ആ ചെറുപ്പക്കാരന് എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ ഇവിടേക്ക് ഒന്ന് വന്നിരുന്ന്, അല്ലെങ്കിൽ ഒരു സുന്നത്ത് നിസ്കരിച്ച്, അല്ലെങ്കിൽ ആ ഖുർആൻ ഒന്ന് ഓതി, അല്ലെങ്കിൽ ആ ജപമാല എടുത്തിട്ടൊന്ന് മറിച്ച് ദിക്ർ ചൊല്ലി, ഇങ്ങനെ ആയിരുന്നു. ഈ സമയത്ത് നല്ല പോരിശുള്ള സമയമാണ്, സുബഹി കഴിഞ്ഞിട്ട് ആ ഉദയം വരെയുള്ള സമയം. അതിനാ ചങ്ങാതി ഉപയോഗിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പക്ഷെ ആ ചങ്ങാതി അത് ശ്രദ്ധിക്കാതെ രാവിലെ തന്നെ പൈസ ഉണ്ടാക്കാൻ അങ്ങാടിക്ക് ഓടുകയാണല്ലോ എന്ന കമന്റ് കേട്ടപ്പോ ആദരവായ മുത്ത് റസൂലുള്ള പറഞ്ഞു, ഈ അഭിപ്രായം പ്രകടനം നടത്തിയ സഹാബാക്കളിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, ലാ തഖൂലു ഹാദാ, മേലിൽ ഈ ഡയലോഗ് അടിക്കരുതേ. നിങ്ങൾ എന്താ പറഞ്ഞത്? ആ ചെറുപ്പക്കാരൻ അള്ളാന്റെ മാർഗത്തിലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ഇപ്പൊ അവന് നഷ്ടക്കച്ചവടത്തിനാണ് പോകുന്നതെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ലാ തഖൂലു ഹാദാ, മേലിൽ ഇത് പറയരുത്. എന്തുകൊണ്ട്? ഇൻകാന യസ്ആ അലാ നഫ്സിഹി ലിയകുഫഹ അനിൽ മസ്അലതി വയുഗ്നിയഹാ അനിൻ നാസ് ഫഹുവ ഫീ സബീലില്ലാഹ്. രാവിലെ തന്നെ പുലർവേളയിൽ കമ്പോളത്തിലേക്ക്, ചന്തയിലേക്ക് ഇറങ്ങി ഓടുന്ന ആ ചെറുപ്പക്കാരൻ സ്വന്തം ശരീരത്തെ യാചനയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ മറ്റുള്ളവർക്ക് ബാധ്യതയാകരുത് എന്ന നിർബന്ധ ചിന്തയാൽ, മറ്റുള്ളവർക്ക് ഞാനൊരു ഭാരമാകരുത് എന്ന് ചിന്തിച്ച് സ്വന്തം ഉപജീവന മാർഗം കണ്ടെത്താൻ വേണ്ടിയാണ് ആ ഇറങ്ങി ഓടുന്നത് എങ്കിൽ ഫഹുവ ഫീ സബീലില്ലാഹ്, ആ ഓട്ടവും ആ തൊഴിലിനുള്ള പോക്കും ആ അധ്വാനവും അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ഇബാദത്താണ് മക്കളെ. തീർന്നില്ല. വഇൻ കാന യസ്ആ അലാ അബവൈനി ലഈഫൈൻ, വൃദ്ധരായ ബലഹീനരായ മാതാപിതാക്കൾക്ക് മരുന്ന് മേടിക്കാൻ, അവരെ ശുശ്രൂഷിക്കാൻ, അവരെ സേവിക്കാൻ വേണ്ടിയാണ് ആ ചെറുപ്പക്കാരൻ രാവിലെ തന്നെ പോകുന്നതെങ്കിൽ വഹുവ ഫീ സബീലില്ലാഹ്, ആ മനുഷ്യൻ അല്ലാഹുവിന്റെ വഴിയിൽ തന്നെയാൻ. ഔ ദുർരിയത്തിൻ ലിആഫ്, അല്ലെങ്കിൽ എട്ടും പൊട്ടും തിരിയാത്ത നിരാലംബരായ മക്കൾക്ക് വേണ്ടിയാണ് ആ ഓട്ടമെങ്കിൽ ഫഹുവ ഫീ സബീലില്ലാഹ്, ആ ചെറുപ്പക്കാരൻ പോകുന്നത് അള്ളാന്റെ വഴിയിൽ തന്നെയാണ്. നേരെ മറിച്ച് വഇൻ കാന യസ്ആ തഫാഖുറൻ വതകാസുറാ, പണം സമ്പാദിച്ച് പൊങ്ങച്ചം പ്രകടിപ്പിക്കാൻ, ഫഖർ തഫാഖുറൻ പൊങ്ങച്ചക്കാരനാകാൻ വേണ്ടി, വതകാസുറൻ വീണ്ടും വീണ്ടും സമ്പാദിച്ച് ഒരു പണക്കാരനാകാൻ വേണ്ടിയാണ് ആ ഓട്ടമെങ്കിൽ ഫഹുവ ഫീ സബീലി ശൈത്വാൻ, അവൻ ചെകുത്താന്റെ മാർഗത്തിലാണ് പോകുന്നത്. ഏത് പോക്ക ചങ്ങാതി പോയി നിങ്ങൾക്കറിയോ? അദ്ദേഹത്തിന്റെ മനസ്സ് നിങ്ങൾ തുറന്നു നോക്കിയോ? അദ്ദേഹത്തിന്റെ സാഹചര്യം നിങ്ങൾ പഠിച്ചു നോക്കിയോ? ഇതൊന്നുമില്ലാത്ത ഈ ജഡ്ജ്മെന്റ് മേലിൽ ആവർത്തിക്കരുത്. കച്ചവടത്തിന് പോകുന്നതും ഇബാദത്താണ്, കച്ചവടക്കാരും ആബിദീങ്ങളാണ്. ഈ സത്യം നിങ്ങൾ വിസ്മരിക്കാൻ പാടില്ല. മാത്രല്ല, നമ്മളിപ്പോൾ ഈ നമുക്കൊക്കെ ടെൻഷൻ ഉണ്ടല്ലോ, ഓരോരുത്തർക്കും ഈ തൊഴിലായിട്ട് ബന്ധപ്പെട്ട ടെൻഷൻ ഉണ്ട് അല്ലേ? ടെൻഷൻ ഉണ്ട്, ബുദ്ധിമുട്ടുണ്ട്, അതിനൊക്കെ പുണ്യമുണ്ട്. സുബ്ഹാനല്ലാഹ്, അതിനൊക്കെ പുണ്യമുണ്ട്. തൊഴിലിന്റെ ടെൻഷൻ, അതിന്റെ കഠിനാധ്വാനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു, മിനദ്ദുനൂബി ദുനൂബുൻ ലാ യുകഫിറുഹാ ഇല്ലൽ ഹമ്മു ഫീ ത്വലബിൽ മഈഷ. ഖാല റസൂലുള്ളാഹി, തെറ്റുകുറ്റങ്ങൾ പല ഐറ്റംസ് ഉണ്ടല്ലോ അല്ലേ? എല്ലാ കുറ്റവും ഒരു റേഞ്ചിലല്ലല്ലോ. ചില കുറ്റം അല്ലാഹ് പൊറുക്കുകയില്ല, അതാണ് ശിർക്ക്. ചിലത് 7 വൻപാപങ്ങളുണ്ട്, നന്മയെ കരിച്ചു കളയുന്ന 7 വൻപാപം. ചെറുദോഷങ്ങളുണ്ട്, മുത്തലക്കൻ ഹറാമുകളുണ്ട്, പല റേഞ്ചിലുള്ള കുറ്റാൻ. ഈ കുറ്റങ്ങളുടെ കൂട്ടത്തിൽ ചില കുറ്റങ്ങളുണ്ട് ലാ യുകഫിറുഹ, അത് പൊറുക്കപ്പെടാൻ ഒരേ ഒരു മാർഗ്ഗേ ഉള്ളൂ. അസ്തഗ്ഫിറുല്ലാഹ് 70,000 വട്ടം ചൊല്ലിയാലും അല്ലാഹ് പൊറുത്തരൂല. പാപങ്ങളുടെ കൂട്ടത്തിൽ ചില പാപങ്ങൾ, ചില തിന്മകൾ, അത് പൊറുത്തു കിട്ടാൻ ഏക മാർഗം അൽ ഹമ്മു ഫീ ത്വലബിൽ മഈഷ, ജോലിയുടെ കച്ചവടത്തിന്റെ ടെൻഷൻ. കച്ചവടത്തിന്റെ ടെൻഷൻ, ആ ടെൻഷൻ അനുഭവിച്ച് തീരുമ്പോഴേക്ക് അള്ളാഹ് ആ പാപങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയും. മനസ്സിലായില്ല? നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെടുമ്പോൾ നമ്മൾ തിരിച്ചറിയുക, ഈ കഷ്ടപ്പാടിനുണ്ടാകുന്ന നേട്ടം
ഒരിക്കലും പൊറുക്കപ്പെടാത്ത ഒത്തിരി പാപം അല്ല പുറത്തേറാനുള്ളൊരു ഹേതുവാണ് ഈ കഠിനാധ്വാനവും ഈ കാര്യത്തിലുള്ള ടെൻഷനും തിരിച്ചറിയുമ്പോൾ നമുക്കതൊക്കെ സിമ്പിളായിട്ട് മാറും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാത്രമല്ല, മുൻഗാമികളായ നബിമാരൊക്കെ തൊഴിലിൻ്റെ മഹത്വം പറഞ്ഞിട്ടുണ്ട്. റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാമിൻ്റെ മുന്നിലേക്ക് ഒരു ഇസ്രായേലി സഹോദരൻ, ഒരു അനുയായി വന്നപ്പോൾ ഈസാ നബി ചോദിച്ചു, മാ തസ്നഉ, എന്താ ഇടപാട്? നമ്മളൊരാളെ കണ്ട അങ്ങനെയല്ലേ ചോദിക്കുക, എന്താ പേര്, എവിടെ നാട്, മാ തസ്നഉ, എന്താ ഇടപാട് ചോദിക്കുമല്ലോ. ഈസാ നബി ചോദിച്ചു ഇയാളോട്, എന്ത് മാ തസ്നഉ, എന്താ നിന്റെ ജോലി? അദ്ദേഹം പറഞ്ഞു, അതഅബ്ബദു, എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഇബാദത്താണ്. ആരാധനാലയത്തിൽ അങ്ങനെ ഇരുന്നിട്ടുള്ള ഇബാദത്ത്, അതല്ലാത്ത ഒരു തൊഴിലും ഇടപാട് എനിക്കില്ല. ഈസാ അലൈഹിസ്സലാം ചോദിച്ചു, മൻ യഊലുക്, നേരത്തിന് ഉരുട്ടി വിഴുങ്ങണ്ടേ, അതെങ്ങനെ നടക്കണേ? നീ ആരാധനയിലും ധ്യാനത്തിലും സന്യാസത്തിലൊക്കെ കഴിച്ചു കൂട്ടിയാൽ മൻ യഊലുക്, നിനക്കും നിന്റെ കുടുംബത്തിനും നേരത്തിന് ആഹാരം കഴിക്കണ്ട, അതെങ്ങനെ നടക്കണേ? ഖാല അഖി, എൻ്റെ ഒരു ഇക്കുണ്ട്, അങ്ങേര് നല്ല കച്ചവടക്കാരനാണ്, അത്യാവശ്യം പണം കയ്യിലുണ്ട്, ഇക്ക നോക്കോ എന്നെയും കുടുംബത്തെയും. ഫഖാല ഈസാ അലൈഹിസ്സലാം, അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, അഹൂക അഅ്ബദു മിൻക, നിന്നെക്കാൾ വലിയ ഇബാദത്തുകാരൻ, നിന്നെക്കാൾ വലിയ ഭക്തൻ, നിന്നെക്കാൾ വലിയ ആബിദ്, നിന്നെക്കാൾ അള്ളാഹുവിന് ഇഷ്ടം നിന്റെ ആ കച്ചവടം ചെയ്ത് നിന്നെ പോറ്റുന്ന ഇക്കാക്കയാണ്. അഹൂക അഅ്ബദു മിൻക, നീ എല്ലാം ഒഴിവാക്കി ഇബാദത്തിന് നിൽക്കുകയാണല്ലോ, നിന്നെക്കാൾ വലിയ ഇബാദത്തുകാരൻ നിന്റെ സഹോദരനായ ആ മനുഷ്യനാണെന്ന് ഈസാ അലൈഹിസ്സലാം പറഞ്ഞത് കാണാം. ജ്ഞാനിയായ ലുഖ്മാൻ അലൈഹിസ്സലാം സൂറത്ത് ലുഖ്മാനിൽ തൻ്റെ പുത്രനെ ലുഖ്മാൻ അലൈഹിസ്സലാം ഉപദേശിച്ച ഉപദേശങ്ങളുണ്ടല്ലോ, എല്ലാ ഉപദേശവും ഖുർആനിലില്ല, കുറെ ഹദീസിലും കുറെ ചരിത്രത്തിലൊക്കെ കാണാം. ജ്ഞാനിയായ ലുഖ്മാൻ അലൈഹിസ്സലാം മകനെ ഉപദേശിച്ച കൂട്ടത്തിൽ കാണാം, യാ ബുനയ്യ, കുഞ്ഞു മോനെ, ഇസ്തഗ്നി ബിൽ ഹലാൽ ബിൽ കസ്ബിൽ ഹലാൽ, മോനെ നീ ഹലാൽ സമ്പാദിച്ച് രക്ഷപ്പെട്ടോ, അനിൽ ഫഖീരി, ദാരിദ്ര്യത്തിൽ നിന്ന്. ലുഖ്മാൻ അലൈഹിസ്സലാം മോനെ വിളിച്ച് പറഞ്ഞതൊക്കെയും ഇമ്പോർട്ടൻ്റാണ്. ഒരു മുസ്ലിം നിർബന്ധമായും അറിയുകയും ആചരിക്കുകയും ചെയ്യേണ്ടുന്ന നസീഹത്താണ് അതിലുള്ളത്. അതിലൊന്നെന്താ, കുഞ്ഞുമോനെ നീ ഹലാല് സമ്പാദിച്ച് ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടോ. കാരണം നീ ദരിദ്രനായാൽ, ഫഖർ നിനക്ക് വന്നാൽ, നീ ഫഖീറായി കഴിഞ്ഞാൽ 3 ദുരന്തങ്ങൾ നിന്നെ വിഴുങ്ങും. സാമ്പത്തികമായ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം. അത് മനുഷ്യനെ ഫിസിക്കലി മെന്റലി തകർക്കും. അത് ആത്മഹത്യ ചെയ്യാൻ വരെ കാരണമാവൂലേ, ഈമാൻ നഷ്ടപ്പെടാൻ വരെ ദാരിദ്ര്യം കാരണമാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു. അള്ളാഹു കാക്കട്ടെ നമ്മളെ. 3 നാശങ്ങൾ വരും. ഒന്നെന്താണ്, ദീനിന് താളം തെറ്റും. ദരിദ്രനായി കഴിഞ്ഞാൽ ദീന് താളം തെറ്റും. ഈ സാമ്പത്തിക ഞെരുക്കം വന്നാൽ പിന്നെ നിസ്കരിക്കാൻ വല്ല സുഖം ഉണ്ടാവുമോ? എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ, നോമ്പ് പിടിക്കാൻ സുഖം ഉണ്ടാവുമോ? എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ മനസ്സ് ഫ്രീ ആയി കിട്ടുമോ? പിന്നെ സക്കാത്തും ഹജ്ജും ഉറപ്പായിട്ട് കാശില്ലാത്തവർക്ക് ആ ഇടപാട് നടക്കൂല്ലല്ലോ. ദീന് താളം തെറ്റും. 1. 2, ബുദ്ധിയുടെയും ചിന്തയുടെയും മൂർച്ച ഇല്ലാതെയായി പോകും. ശക്തിയില്ലാതെ ബുദ്ധിയും ചിന്തയും തളർന്നു പോകും. 3, മനുഷ്യന്റെ മാനവും അഭിമാനവും തകർന്ന് തരിപ്പണാവും. അതുകൊണ്ട് കുഞ്ഞുമോനെ, ഹലാല് കൊണ്ട് നീ സമ്പാദിച്ചോ, നീ ദാരിദ്ര്യത്തിൽ ഒരിക്കലും ചെന്നെത്തണ്ട, പണിയെടുക്കണം, കച്ചവടം ചെയ്യണം മോനെ എന്ന് ലുഖ്മാൻ അലൈഹിസ്സലാം മകനെ ഉപദേശിച്ചു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, കൂലിക്കും വേലക്കൊന്നും പോവാതെ, ജോലിയും കൂലിയൊന്നും ഇല്ലാണ്ട് വെറുതെ മേൽപോട്ട് നോക്കി നിൽക്കണ്ട. ഫഖദ് അലിംതും, നിങ്ങൾക്കറിയാം, അന്ന സമാ അലാ തുംതിറു ദഹബം വലാ ഫില്ല, മഴ പെയ്യുമ്പോൾ അതിൽ സ്വർണ്ണക്കോയിനും വെള്ളിയൊന്നും ഇവിടെ താഴെ വീഴൂല എന്ന് നിങ്ങൾക്കറിയാം. അള്ളാഹു ആകാശത്ത് നിന്ന് സ്വർണ്ണവും വെള്ളിയും ചുമ്മാ ഇറക്കി തരൂലെന്ന് നിങ്ങൾക്കറിയാം. ആ അറിയാവുന്നതുകൊണ്ട് തന്നെ മര്യാദക്ക് ജോലിക്ക് പോകണം. സയ്യിദ് ഇബ്നു മസ്ലമ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കൃഷി ചെയ്യാൻ, നല്ല കർഷകനാ. ആ കൃഷി ഇങ്ങനെ കണ്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കണ്ടിട്ട് മനസ്സ് നിറഞ്ഞിട്ട് പറഞ്ഞു, അഹ്സൻത, ഇതാടാ മോനെ, ഇതാ ചെയ്യേണ്ടേ, ഇങ്ങനെ ചെയ്യേണ്ടത്, അള്ളാഹ്ക്ക് ഇഷ്ടം ഇതാണ്. എത്രത്തോളം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, ഞാൻ മരിക്കുമ്പോൾ ഏതൊരു പ്ലേസിൽ ഏത് അവസ്ഥയിൽ മരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതെന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. നിസ്കാരത്തിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ് അല്ലേ?
സുജൂദിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ്. ജുമഅക്ക് വന്ന് പള്ളിയിൽ മരിക്കുക, ഉംറക്ക് പോയിട്ട് അവിടെ വെച്ച് മരിക്കുക, മക്കയിലും മദീനയിലും വെച്ച് മരിക്കുക, നല്ല സമയത്ത് നല്ല കാര്യമായിട്ട് ബന്ധപ്പെടുമ്പോൾ മരിക്കുക, ഇതൊക്കെ വലിയ നേട്ടാണ്. എന്നാൽ മഹാനരായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ മരിക്കുമ്പോൾ സുജൂദിലാകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നല്ല, പള്ളിക്കകത്ത് ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നല്ല, എന്റെ മക്കളെ പോറ്റാൻ ഹലാല് തേടിക്കൊണ്ടിരിക്കേ, ഞാൻ കച്ചവടത്തിൽ വ്യാപൃതനായി കൊണ്ടിരിക്കേ, മലക്കുൽ മൗത്ത് വന്നെന്റെ റൂഹ് പിടിക്കുന്നതാണ് എനിക്കേറെ ഇഷ്ടമെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്ത് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി കച്ചവടം ചെയ്യുന്നതിനിടയിൽ, ജോലി ചെയ്യുന്നതിനിടയിൽ ഞാൻ മരിക്കുന്നതാണ് എനിക്കിഷ്ടം. എന്തുകൊണ്ടാണ് പറഞ്ഞത്? അള്ളാഹ്ക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു അമൽ തന്നെയാണ് ഏതും. നിസ്കാരം പോലെ, നോമ്പ് പോലെ, പുണ്യകർമ്മങ്ങൾ പോലെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇടപാട് തന്നെയാണ് ഏതും, കച്ചവടവും തൊഴിലും. ഇത് മനസ്സിലാക്കിയിട്ടാണല്ലോ അവിടുന്ന് അങ്ങനെ പറഞ്ഞത്. മുഅ്മിനീങ്ങളെ, നമ്മൾ ഇന്ന് തൊട്ട് നമ്മുടെ സകല ഇടപാട് ഇബാദത്താക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതിൻ്റെ മഹത്വം ഇനിയുണ്ട് പറയാൻ. പക്ഷെ ഇത് ഇബാദത്തായി മാറാൻ തോന്നും പോലെ കച്ചവടം ചെയ്യാൻ നടക്കൂല, തോന്നും പോലെ തൊഴിൽ ചെയ്താൽ നടക്കൂല. റബ്ബാനിയായ നിയമങ്ങൾ നമുക്കത് പഠിക്കണം, അതിനനുസരിച്ച് മുന്നോട്ട് നീങ്ങണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള ബോധവും അവസരവും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.